ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള 2 അനിയത്തി കുട്ടിമാർ ചോദിച്ച വീഡിയോയാണ്. അപ്പോൾ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നും ആ സ്ലീവ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തെടുക്കുന്നതെന്നുള്ളതാണ് അവർ കമൻറ്റായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഉള്ള വീഡിയോയാണിത്. ഇത് തീർത്തും ബിഗിനേഴ്സ് കണ്ടേച്ചാൽ മതിയേ. അത്രയ്ക്കും തീർത്തും ബിഗിനേഴ്സിനായിട്ടുള്ള വീഡിയോയാണ് നമ്മളിന്നിവിടെ പറയുന്നത്. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് പോർഷൻ ബാക്കിലായി പോകുന്നു എന്ന് കമൻറ്റിൽ ഇട്ടിട്ടുണ്ട്. അതിനെല്ലാം ഉള്ള സൊല്യൂഷൻ നമ്മൾ ഇന്നിപ്പം പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു പഴയ സാരിയാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മളുടെ സ്ലീവിനും ആം ഹോൾ കട്ട് ചെയ്യാനുമായിട്ടുള്ള ക്ലോത്തിനെയാണ് നമ്മളിതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് സ്ലീവാണ് ആദ്യമേ കട്ട് ചെയ്യുന്നത്. നമുക്ക് എത്രയാണോ ലെങ്ത്, ആ ലെങ്താണ് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതെല്ലാം നമ്മളുടെ ഇഷ്ടമാണ്. എന്നിട്ട് നമ്മളിപ്പോൾ ഒരു 10 ഇഞ്ച് ലെങ്തിലാണ് കാണിക്കുന്നത്. ഇങ്ങനെ നമ്മൾ സ്ലീവിനായിട്ട് ഇതുപോലെ 2 പീസാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ വിട്ട് നമ്മൾ ഒരു 20 ഇഞ്ചാണ് ഇങ്ങനെ മെഷർ ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇതിനെ ഇപ്പം നമുക്ക് ടോട്ടൽ 4ആയിട്ടുണ്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. ഇതിനെ നമുക്കിപ്പോൾ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ ബാക്കി ക്ലോത്ത് എടുത്തതിന് ശേഷം നമ്മളുടെ ആം ഹോൾ കട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ടോട്ടൽ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കൂടെ 4 പീസാണ് ഇതുപോലെ എടുക്കേണ്ടത്. 4ആയിട്ട് ഫോൾഡ് ചെയ്താണ് എടുക്കേണ്ടത്. ഇപ്പം നമ്മൾ ഒരെണ്ണമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനെ 2ആയിട്ട് ഫോൾഡ് ചെയ്തു. അതിനുശേഷം നമ്മളുടെ ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. ആം ഹോൾ നമ്മൾ ഷോൾഡറിന് എത്രയാണോ കൊടുത്തത് അത് തന്നെയാണ് നമ്മൾ ചുരിദാറിനാണ് കൊടുക്കേണ്ടത്. 1/2 ഇഞ്ച് കുറച്ച് കൊടുത്താൽ മതി നമ്മളുടെ സാരി ബ്ലൗസിന്. ഇനി നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ കിട്ടി 1/2 ഇഞ്ചിൽ നിന്ന് ഇവിടം വരെയുള്ളതിൻ്റെ കറക്റ്റ് സെൻറ്റർ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് നമ്മൾ ബാക്ക് ആം ഹോളാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ബാക്ക് ആം ഹോൾ മാർക്ക് ചെയ്തു. ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് നമ്മളിപ്പം 2 ഇഞ്ച് കൊടുക്കുക. അതെല്ലാം നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ അളവാണ് കൊടുക്കേണ്ടത് ഇതെല്ലാവേ. അപ്പം നമ്മളിപ്പോൾ ഇവിടെ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു ആം ഹോൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തു കൊടുക്കുന്നേ ഉള്ളൂ. നമ്മുടെ ആ സീം എലവൻസിൻ്റെ ഭാഗം നമ്മളിങ്ങനെയൊന്ന് സ്മോൾ കട്ടിട്ടും കൊടുത്തേ. ഇനി ഇതാണ് നമ്മൾ 1/2 ഇഞ്ച് നമ്മൾ ചെരിച്ച് കട്ട് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുകയാണ്. നമുക്ക് ഇതിൽ നിന്ന് തന്നെ ബാക്ക് പോർഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മളിവിടെ ഒരു എക്സാമ്പിൾ കാണിക്കുകയല്ലേ ചെയ്യുന്നത്. ഒരു ഡെമോ കാണിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇനി സെയിം അളവിൽ നമ്മൾ ഇതുപോലെ ഇപ്പം നമുക്ക് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും കിട്ടാൻ വേണ്ടിയാണ് നമ്മളിതിൻ്റെ ബാലൻസ് ഇവിടെയും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് സ്ലാൻ ലൈൻ കൊടുത്തിട്ടില്ലേ, അതും ഇങ്ങനെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നെക്കൂടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ കുറച്ചുകൂടെ നീറ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് നെക്കിൻ്റെ നമ്മൾ വിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളിപ്പം ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷനും ഒരുമിച്ചിട്ട് അങ്ങ് നെക്ക് കട്ട് ചെയ്യുകയാണ്. ഇപ്പം നമുക്ക് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷൻ്റെയും നമ്മളുടെ ഇതുപോലെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മളുടെ ഈ ഷോൾഡറുകളെ തമ്മിൽ നമ്മൾ നല്ല നീറ്റായിട്ട് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കണേ. അതിന് മുന്നായിട്ട് നമ്മൾ ഇവിടം വരെയുള്ളതൊന്ന് മെഷർ ചെയ്തെടുക്കാം. നമ്മൾ ഈ മുകൾ ഭാഗത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് നമ്മളുടെ തയ്യൽ തുമ്പ് ഷോൾഡർ അറ്റാച്ച് ചെയ്യാനുള്ളത് കൊടുക്കുക. ആ 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ബാക്കി നമ്മൾ എത്രയാണെന്ന് അളന്നെടുക്കുക. നമുക്കിപ്പോൾ 6.5 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ബാക്കി 2 ഇഞ്ച് നമ്മളുടെ തയ്യൽ തുമ്പും. ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ പോവുകയാണ്. സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു മിസ്റ്റേക്ക് വരുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഫ്രണ്ട് പോർഷൻ ബാക്കിലായി പോവുകയും ബാക്ക് പോർഷൻ ഫ്രണ്ടിലായി പോവുകയും ഒക്കെ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഈ ക്ലോത്തുകളെ തമ്മിൽ വെച്ച് കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ നല്ല വശങ്ങൾ തമ്മിലായിരിക്കണം ഫേസ് ടു ഫേസ് വരുന്നത് പോലെ, അതായത് ഒട്ടിയിരിക്കുന്നത് പോലെ നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്, ചേർന്നിരിക്കുന്നത് പോലെ വെച്ച് കൊടുക്കേണ്ടത്. ഇപ്പം നല്ല വശങ്ങൾ തമ്മിലായിരിക്കണം ഒന്നെങ്കിൽ വെച്ച് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ചീത്ത വശങ്ങൾ തമ്മിൽ, അതായത് റോങ് സൈഡുകൾ തമ്മിലായിരിക്കണം വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം മാത്രമേ നമ്മളിതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മൾ കട്ട് ചെയ്യുമ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ പോവേ. അങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ഈ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം 6.5 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ 6.5 ഇഞ്ച് ഈ ക്ലോസ് ആയ ഭാഗത്തു നിന്ന് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്കി നമ്മുടെ സീം അലവൻസ് 2 ഇഞ്ചും കൊടുക്കുക. എത്രയാണോ ഓരോരുത്തർക്കും കിട്ടുന്നത് അതായിരിക്കണം നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്.
അതിനുശേഷം നമ്മൾ ഒരു 3 ഇഞ്ചോ 3.25 ഇഞ്ചോ ഒക്കെ നമ്മളിങ്ങനെ ഡൗൺവേഡ് കൊടുക്കുക. അത് മിക്കവർക്കും ഒരു 3.5 ആവശ്യമുള്ളൂ. 3, 3.25, 3.5 ആയിരിക്കുമേ. വലിയവരുടെ അളവാണ് പറയുന്നത്. അതിനുശേഷം ഇങ്ങനെ നമ്മൾ ഈ ഒരു ക്രോസ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുക. അതിൻ്റെ കറക്റ്റ് സെൻറ്റർ കാണുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സെൻറ്റർ കണ്ടതിന് ശേഷം ഈ വരയുടെയും സെൻറ്ററിൻ്റെ ആ ഭാഗത്ത് നമ്മളിപ്പോൾ 1/2 ഇഞ്ച് കൊടുക്കുക. ഇവിടെ നമ്മളൊരു 1.25 ഇഞ്ചും കൊടുക്കുക. ഈ ഒരു സെൻറ്ററിൻ്റെ ഭാഗത്ത് നമ്മളിങ്ങനെ താഴ്ത്തി ഒരു 1/2 ഇഞ്ചും കൊടുക്കുക. എന്നിട്ട് ഈ ഭാഗം നമ്മളിങ്ങനെ ഓവലാക്കി കൊടുത്ത് ഇങ്ങനെ ഈ സെൻറ്റർ വഴി വന്ന് താഴേക്ക് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഓപ്പൺ ഭാഗത്ത് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ 2 ഇഞ്ച് നമ്മൾ സീം അലവൻസും കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പോയിൻറ്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് അതുപോലെ ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ നല്ല നീറ്റായിട്ട് എങ്ങനെയാണോ വരച്ചു കൊടുത്തത് അതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇതുപോലെ നിവർത്തി കൊടുക്കുകയേ ചെയ്യാവുള്ളൂ. ഇതിനെ വിടർത്തി മാറ്റി ഒന്നും ചെയ്യരുത്. അതായത് നല്ല വശങ്ങൾ തമ്മിൽ ഇപ്പോഴും ഫേസ് ടു ഫേസ് ആയിരിക്കണം ഇരിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഈ സെൻറ്റർ വരുന്നിടത്തു നിന്ന് ഒരു 3/4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. 3/4 ഇഞ്ചാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടുവേ. എന്നിട്ട് 1/2 ഇഞ്ചാണെങ്കിൽ കിട്ടും. 3/4 ഇഞ്ചാകുമ്പോൾ ആ കൈക്കുഴി നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അതിനുശേഷം ഇതുപോലെ വരച്ചു കൊടുത്തിടം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്തെടുക്കുന്നിടമാണ് നമ്മുടെ ഫ്രണ്ട് പോർഷനായിട്ട് വരുന്നത്. ഇങ്ങനെ മടക്കുമ്പോൾ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും തമ്മിൽ ഒരു അല്പം വ്യത്യാസം വരുന്നില്ലേ, അതുപോലെ നമുക്ക് കിട്ടണം. ഇനി നമ്മളുടെ ഈ ഒരു മെയിൻ ഭാഗം എടുത്ത് ഷോൾഡറുകളെ തമ്മിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് ഇതുപോലെ കൊടുത്ത് നിവർത്തിയിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ നമ്മൾ ഈ ഷോൾഡറുകളെ തമ്മിൽ മടക്കി കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഏതെങ്കിലും ഒരു വശം, അതാണ് നമ്മുടെ ഇനി ഫ്രണ്ട് പോർഷനായിട്ട് വരുന്നിടം. അവിടവും നമ്മൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ, ഇത് നമ്മുടെ ബാക്ക് പോർഷനുമായിട്ട് മാറുകയാണ് ഇനിയും ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെ നമ്മളിങ്ങനെ വരച്ചിടം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കുന്നു. ആ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിടത്തു നിന്ന് നമ്മൾ ഇതുപോലെയും വരച്ച് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇങ്ങനെ ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഫ്രണ്ട് പോർഷൻ്റെ ആം ഹോളും നമ്മൾ ഇതുപോലെ ഒന്ന് ഒരു 1/2 ഇഞ്ചോളം 1/2 ഇഞ്ച് 3/4 ഇഞ്ചോളം നമുക്കിങ്ങനെ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാവേ. ഇനി ആണ് നമ്മളിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ ഇതുപോലെ എടുത്ത് നിവർത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ നിവർത്തി നല്ല വശങ്ങൾ തമ്മിൽ കറക്റ്റായിട്ട് വരുന്നത് പോലെ വെച്ച് കൊടുക്കണം. അപ്പം നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുമ്പോൾ ഒരു സൈഡ് കുഴിഞ്ഞിരിക്കും. ആ കുഴിഞ്ഞിരിക്കുന്ന വശമായിരിക്കണം, അതായത് ഒരു സൈഡ് നമ്മൾ ആ കട്ട് ചെയ്തില്ലേ അവിടെ വായിക്കണം ഫ്രണ്ട് പോർഷൻ തമ്മിൽ വരേണ്ടത്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ എവിടെ വേണമെന്ന് നമ്മൾ വെച്ച് നോക്കി സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഇപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പം നമുക്കൊന്നുകൂടെ പറയാം. നമ്മളുടെ സ്ലീവിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ നമ്മൾ ഇതുപോലെ കുഴിച്ചാണ് വരുന്നത്. ആ കുഴിച്ച് വരുന്നിടം എവിടെയാണോ നമ്മുടെ ഫ്രണ്ട് പോർഷനിലായിരിക്കണം വരേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ എടുത്ത് നോക്കുക. എന്നിട്ട് കറക്റ്റ് സെൻറ്റർ ആ ഫ്രണ്ട് പോർഷനുകൾ തമ്മിൽ, അതായത് രണ്ടിൻ്റെയും രണ്ട് സൈഡും കുഴിച്ച് വെട്ടിയിടം തമ്മിൽ ഒരുപോലെ വരണം. എന്നാലിപ്പോൾ അവിടം തമ്മിൽ ഫേസ് ടു ഫേസ് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തു ഈ ഷോൾഡറിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സ്ലീവിനെ ഒട്ടും വലിക്കരുത്. നമ്മൾ കറക്റ്റായിട്ട് അങ്ങ് വെച്ച് എങ്ങനെയാണോ അത് നമുക്ക് വെച്ച് കൊടുക്കുമ്പോൾ കിട്ടുന്നത് അതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. അല്ലാതെ നമ്മൾ ക്ലോത്തിനെ പിടിച്ച് ഒരുപാടൊന്നും വലിച്ചൊന്നും കൊടുക്കരുത്. നമുക്കൊരു കറക്റ്റായിട്ട് കിട്ടുക. ഒരല്പമൊക്കെ നമുക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കത്തുള്ളൂ. ബാക്കി എല്ലാം ഇതുപോലെ കട്ട് ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുവേ. ഇനി നമ്മൾ തിരിച്ചിട്ട് വീണ്ടും സെൻറ്ററിൽ കൊണ്ടുവരിക. ആ സെൻറ്ററിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് തുടങ്ങിയെടുത്തു നിന്ന് ഒരു അല്പം അങ്ങോട്ട് നീക്കി വെച്ച് സ്റ്റിച്ചിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങണം. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാൽ സ്റ്റിച്ചിൽ നിന്ന് തന്നെ ഇങ്ങനെ നമ്മൾ തുടങ്ങി ഒരു 1/2 ഇഞ്ചൊക്കെ നമുക്ക് ഇവിടെ സീം അലവൻസ് ഇടാവേ. തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ച് ഇട്ടാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ക്ലോത്തിനെ ഒട്ടും വലിക്കാതിരുന്ന് വെച്ചാൽ മതി. ഇതുപോലെ തന്നെ നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കിട്ടുവേ. ഇത് കണ്ടോ, ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പം വെച്ച് കൊടുക്കുമ്പോൾ ഫ്രണ്ട് പോർഷൻ ആം ഹോളിൻ്റെ ഫ്രണ്ട് പോർഷനും നമ്മുടെ സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷനും ഒരുപോലെ വരുന്നത് പോലെ ആയിരിക്കണം നമ്മൾ ആ കുഴിച്ച് വെട്ടിയിടം വരേണ്ടത്. അവിടെയാണ് ഈ മിസ്റ്റേക്ക് വരുന്നത്. അപ്പം ഇത് കണ്ടോ, ഇവിടെ നമ്മളിപ്പം
ഈ കുഴിച്ച് വെട്ടിയിരിക്കുന്നതിൻ്റെ ഇവിടവും. അപ്പോൾ എന്നിട്ടിങ്ങനെ നമ്മൾ സെൻറ്റർ വെച്ച് നോക്കുക. എന്നിട്ട് നമ്മളുടെ ഈ ആം ഹോളിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നിടം തമ്മിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ സെൻറ്ററിൽ നിന്ന് നമ്മളിങ്ങനെ കറക്റ്റ് സെൻറ്ററിൽ നിന്നായിരിക്കണം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. അപ്പോൾ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് സൈഡ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഏത് അളവുകാരും ആദ്യമേ അവനവൻ്റെ അളവിൽ കട്ട് ചെയ്യുക. എന്നിട്ട് അവനവൻ്റെ അളവിൽ സ്ലീവ് കട്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇവിടെ ഇങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ചിടുക. അപ്പോൾ ആ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ, അവിടെ തൊട്ട് ആ സ്റ്റിച്ചിൽ കൂടി തന്നെ ആയിരിക്കണം നമ്മൾ ഈ സെൻറ്ററിൻ്റെ ഇപ്പുറത്തേക്ക് കിടക്കേണ്ടത്. എന്നിട്ട് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തേച്ചാൽ മതി. അപ്പം നമ്മൾ ക്ലോത്തിനെ പിടിച്ച് ഒരുപാട് വലിക്കുകയൊന്നും ചെയ്യരുത്. വലിച്ചു കഴിഞ്ഞാലൊക്കെ നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും കിട്ടുകയില്ല. ക്ലോത്ത് എങ്ങനെയാണോ ഫ്ലെക്സിബിളായിട്ട് കിട്ടുന്നത് അതുപോലെ ആയിരിക്കണം നമ്മൾ വെച്ച് കൊടുത്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് തീർത്തും ബിഗിനേഴ്സിനായിട്ടുള്ളൊരു വീഡിയോയാണ്. അപ്പോൾ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ഇൻസ്റ്റയും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്, അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.